ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ഒറ്റ മൈൻഡ് പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 2 ഇത്ര ലേറ്റ് ആകുമെന്ന് ഞാനും വിചാരിച്ചതല്ല. കാരണം പാർട്ട് 1 ഇട്ടിട്ട് ഇപ്പം ഏകദേശം ഒരു 2 വീക്സോളമായി എനിക്ക് ടൈം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ബാക്കി പാർട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പരമാവധി 1-2 ദിവസത്തിനകത്ത് തന്നെ ഞാനെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, പാർട്ടുകൾ കാണുക. വേറെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്, അതെല്ലാം ഞാൻ പറയാം. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ പോകുന്ന ഡെസ്റ്റിനേഷൻ കണ്ടു നോക്ക്. പിന്നെ അതാ ഇപ്പോൾ ഈ ജോലേട്ടനും പാപ്പിച്ചേട്ടനും കൂടി ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും പോയി കാണുക. ഗൈസ്, ഞങ്ങൾ പൈൻ ലേക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നതാണ്. ഇവിടെ ലേക്കിലോട്ട് പ്രൈവറ്റ് ആക്സസ് ഇല്ല, പബ്ലിക് ആക്സസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ സ്ഥലം വിട്ടിട്ട് നമ്മൾ നേരെ അടുത്ത എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് ബഫല്ലോ ജമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. എന്തുവെന്ന് ഞാനും പോയിട്ടില്ല, എനിക്കതുകൊണ്ട് അറിയത്തില്ല. അതുകൊണ്ട് ഞാനും എക്സൈറ്റഡ് ആണ്, ചെല്ലുമ്പം കാണാം. ഗൈസ്, ഞങ്ങളപ്പം മറ്റേ ബഫല്ലോ ജമ്പ് എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻഷ്യൽ പാർക്കിലെത്തി. ഞാൻ കാണിച്ചു തരാം ഗൈസ്, ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഇതാ ഓക്കെ, വെറുതെ കിടക്കുന്നൊരു പാടം ഒരു സൈഡിൽ, മറ്റേ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഈ സ്ഥലം നോക്കേ, നമ്മളിതാ അത്യാവശ്യം നല്ലൊരു മലയുടെ ടോപ്പിലാണ്. ഇവിടുന്ന് അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. ഞങ്ങൾ ഇനിയിപ്പം ഇവിടുന്ന് വണ്ടിയായിട്ട് ആ കാണുന്ന റോഡ് കണ്ട, ഈ റോഡ് വഴി അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. ഇതുവഴി നമുക്ക് ആ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പോവാം. ഇത് ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഫല്ലോ ജമ്പ് പ്രൊവിൻഷ്യൽ പാർക്ക്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട് ഗൈസ്, എന്തുവാ സംഭവം എന്നുള്ളത്. മനസ്സിലായിടത്തോളം ഇവിടെ 65 മില്യൺ ഇയേഴ്സ് മുമ്പ് ഒരു ഉൽക്ക വന്ന് ഇടിച്ച് അങ്ങനെ ഉണ്ടായ ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ മറ്റേ ഡൈനോസറൊക്കെ ഉണ്ടല്ലോ, ഡൈനോസറിൻ്റെയൊക്കെ എന്താ പറയുന്ന ഫോസിൽസൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ ലൊക്കേഷനിൽ ഈ മറ്റേ നമ്മളെ ഈ ഡൈനോസറിൻ്റെയൊക്കെ മൂവി ഉണ്ടല്ലോ ഇംഗ്ലീഷിലുള്ള, അതിനൊക്കെ കുറേയൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഏരിയയിലൊക്കെ. ഇത് വായിച്ചിട്ടെന്ന് മനസ്സിലായത്. നമ്മുടെ പാപ്പിച്ചേട്ട ഇവിടെ ഒരു ഡ്രോണിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഡ്രോൺ കാണുന്നുണ്ട് നിങ്ങൾ? വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. അതെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് കണക്കൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. കർണാടകയിൽ ഹംപി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇത് കണക്കത്തൊക്കെ പാറ കൊണ്ടുള്ള ഓരോരോ മലകളൊക്കെ കാണാം. ഇതെന്ന് വെച്ചാൽ പാറയല്ല, ഇത് ചെളിയായിട്ടുള്ള മണ്ണാണ്. പിന്നെ നമ്മളെ ജോലേട്ടൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയൊക്കെ ഇങ്ങനെ ആവാൻ കാരണം ഇവിടുത്തെ വിൻഡാണെന്നാണ്. വിൻഡിൻ്റെ കാരണം കൊണ്ട് ഇതിൻ്റെ ഷേപ്പ് മാറുന്നെന്നാണ് ജോലേട്ടൻ പറഞ്ഞത്. നമ്മൾ എന്ത് ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് നോക്കേ. അപ്പോൾ ഗൈസ്, ആ താഴെ കാണുന്ന ആ റോഡിൽ കൂടെ പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ്. അതിനകത്ത് നമ്മൾ ചെറിയ ഹൈക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.